അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇൻട്രോ പറയാനാണ് വന്നത്, സോറി. ഞാനൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആരെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ദിലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദിലു ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയണേ. എൻ്റെ മുൻ വീഡിയോസിലുള്ളവർക്കൊക്കെ അറിയാം, അപ്പോൾ അതല്ലല്ലോ ഇപ്പോൾ ന്യൂ സബ്സ്ക്രൈബർ ആയതുകൊണ്ട്, ന്യൂ ചാനൽ ആയതുകൊണ്ട് പറയാണ്. എൻ്റെ സിസ്റ്റർ അഫീൻ്റെ ഒരേ ഒരു മോള് ദിലു. അപ്പോൾ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, അഫിയും ഞാനും. അപ്പോൾ ഓൾക്ക് 3 കുട്ടികളാണ്, മാഷാ അല്ലാഹ് 2 ആൺകുട്ടികളും 1 മോളും. അപ്പോൾ അതാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ ദിലു. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട്, ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളെ ബർത്ത്ഡേ ആയിരുന്നു സെപ്റ്റംബർ 17. അപ്പോൾ ഞാൻ അവളെ വീട്ടിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ 10-11 ദിവസം അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീഡിയോ ഒക്കെ റെഡിയാണ്, പക്ഷേ ഇൻട്രോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇൻട്രോ കൂടി എടുത്തിട്ട് സെറ്റാക്കാലോ വിചാരിച്ച് വന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ ദിലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബർത്ത്ഡേക്ക് സ്കൂളിലുണ്ടാവുകയെന്ന് വെച്ചാൽ. അപ്പോൾ നിർഭാഗ്യവശാൽ ഓൾക്ക് സ്കൂളിൽ ഉണ്ടായിട്ടില്ല. എപ്പോൾ നോക്കിയാലും വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. എൻ്റെ മുൻപ് വീഡിയോസിലുണ്ടായിരുന്നു ഓളെ 3 ബർത്ത്ഡേയും. അപ്പോൾ എന്താ പറയുക, ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഏജൊന്നും റിവീൽ ചെയ്യുന്നില്ല. അതിന് മാത്രം വലിയ ഏജും ആയിട്ടില്ല. 13 വയസ്സ് തികഞ്ഞു എന്നാലും പറയണേ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് കാലം അല്ലാഹു ആയുസ്സും ആഫിയത്തും ആരോഗ്യം എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അതേപോലെ എൻ്റെ ഉമ്മയും ഓളുടെ ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്ടിൽ. അപ്പോൾ അവരും ഞങ്ങൾ മാത്രം. അപ്പോൾ ജസ്റ്റ് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയ നല്ലൊരു മൊമെൻ്റാണ്. അപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ. ദിലുവിനെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഫുഡ് കഴിക്കാതിരുന്നേ. പിന്നെ അളിയനും ഉറങ്ങായിരുന്നു. അപ്പോൾ ദിലു വരട്ടെന്ന് ഞാനാ പറഞ്ഞത്. ഹായ്, അപ്പം നമ്മൾക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഞാൻ പോയോ? അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഫുള്ള് വേണമെങ്കിൽ കുറച്ചിട്ട് കളിക്കണം. ആണ് ഇങ്ങോട്ട് നിൽക്ക്, ദിലുവിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എന്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് ചേച്ചിന്റെ വന്നാക്കി ഈ ഡ്രസ്സ് എന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു മോഡൽ യൂസ് ചെയ്തത്. അതെ, ദിലു അധികം യൂസ് ആക്കല് ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇടണോന്ന്. അപ്പൊ അങ്ങനെയാണ് ദിലുവിന് ഞാൻ അവള് അറിയാണ്ട് തന്നെ എടുത്താണ്, പക്ഷെ ഇന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാന്റെ വകാണ്, എൻ്റെ അമ്മന്റെ വക കേട്ടത്, അതായത് ഓളമ്മ. അപ്പോൾ ഹൈറ്റ് വെച്ചു, ഓളെ ഓൾറെഡി ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മള് ഫുഡ് കഴിക്കാൻ. അപ്പൊ ടൈം നോക്കിയാ 5:30 മണിയായില്ലേ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി ഒരുപാട് പണിയുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെന്താ, പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ എന്താ ഫുഡ് സ്പെഷ്യൽ എന്ന് കാണാം. അപ്പം ഗൈസ്, ഇതാണ് ഇന്നത്തെ സ്പെഷ്യല്. എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക്. നെയ്ച്ചോറുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, ഇസ്റ്റുണ്ട്, പിന്നെ എന്താണ് പലപ്പ് ഉലർത്തിയതുണ്ട്. പിന്നെ ഇതിന് നമ്മൾ എന്തിനു കടുമാങ്ങ എന്നാണ് പറയുക നമ്മൾ കോഴിക്കോട്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും എങ്ങനെ പറയാമെന്ന് അറിയില്ല. പിന്നെ അച്ചാറുണ്ട്, വെള്ളമുണ്ട്, പിന്നെ അലിമോനുണ്ട്. അലിമോൻ ഇന്നെന്താ പ്രത്യേകത? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എന്ന് മിണ്ടൂല കേട്ടോ, വീഡിയോ എടുക്കുമ്പോ മിണ്ടൂല. ഹലോ ഗായ്സ് പറയ്. തെച്ചി ഇവിടെ ഉണ്ടല്ലോ. അലിമോൻ ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചി? അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓയ് ആ ചോപ്പ് എവിടെ? ഓറഞ്ച് ബോള് വാവന്റെ കൈമ തന്നെ ഉണ്ടല്ലോ. ബ്ലൂ ഇവിടെ, ബ്ലൂ കളർ
ഗുളു എന്നാട്ടാ പറയാ ബ്ലൂക്കോന്. ഇതിനോട് കൊറേ എന്തെല്ലാം കൊട്ടച്ചിക്കലോന്. ആ വെരി ഗുഡ്, നല്ല മോനാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? ഹാപ്പി ബർത്ത്ഡേ പറയ്. ഹാപ്പി ബർത്ത്ഡേ ഇല്ല പറയ്. പിന്നെന്താ ഹായ് മാമ്. അപ്പൊ എന്നാ ചേച്ചി നമുക്ക് ഇരിക്കാം. നട്ടരി ഞാനല്ല പോട്ടേക്കാൾ എനിക്ക് ഇട്ടരി. ഓക്കെ അലി ഇത് അവിടെ ഇട്ടുണ്ടല്ലേ. എന്നാ അലിക്ക് പൈനാപ്പിള്. എന്നാ പൈനാപ്പിൾ വേണ്ട? പൈനാപ്പിൾ വേണ്ട എനിക്ക്. പൈനാപ്പിൾ വേണ്ട. പൈനാപ്പിൾ വേണ്ട. ആ ഓനക്ക് ഓന്റെ ചെയറിൽ എടുക്കണം. അപ്പൊ ഇല്ലന്റെ കൈമത്തെ വേണ്ട? അത് വേണ്ട. ഇല്ലന്റെ കൈമത്തെ വേണ്ട? ഈ മാമ തിന്നോ? ബിരിയാമാമ തിന്നോ? വേസ്റ്റ് ചെയ്യരുതേ അത്. അമ്മക്ക് സെർവ് ചെയ്യാട്ടോ. ആ ഓൻ സെർവ് ചെയ്യാനറിയാം എനിക്ക് നല്ലോണം. ബിരിയാമാമ തിന്നോ? ആണോ? പാത്രം താണുണ്ട്. അപ്പൊ എന്നാ നമുക്ക് ഫുഡ് കഴിക്കാം. പഴം മൊത്തം തിന്നോ? പയം വേണ്ട. എന്താ പയനില്ലാത്ത രീതിക്ക് ഒരു പയം. വെള്ളം കടിച്ച് വെള്ളം അല്ലോട്ട് ചേരുന്നേ. അനക്ക് വെള്ളം ചേരാൻ കഴിക്കുന്നത് മറ്റേ യൂണിഫോമിലേക്ക് മാറ്റുണ്ടെങ്കിൽ വെള്ളം. അതിലിവിടെ കരച്ചിൽ തുടങ്ങി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അതിൽ കരച്ചിൽ തുടങ്ങി. എന്ത് കാട്ടി? ആര് കാട്ടി? ആണോ? പൈനാപ്പിളും അച്ചാറും കൂടി കൂട്ടി കൊടുത്ത് അലിന്റെ ബുക്ക് എവിടെ? ബുക്ക് ഇതെന്താ? അലിന്റെ ബുക്കല്ലേ ഇത്? അതിന്റെ ബുക്ക് എവിടെ? അലമോന്റെ ബുക്ക് എവിടെ? അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കേക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളത്. ദിലു സ്കൂൾ വിട്ടതിൻ്റെ ശേഷമാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ദിലു എന്നാട്ടോ ഓളൊപ്പൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങുന്നത്. അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ബർത്ത്ഡേത്തെ 2 കേക്ക്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ കാക്ക വന്ന് പിന്നെന്താ അടുത്ത പരിപാടി? കേക്ക് കട്ടിങ് അല്ലേ? അപ്പോൾ കുഞ്ഞുവാവൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോകും. കുഞ്ഞുവാവേ അപ്പം നമുക്ക് കേക്ക് നോക്കാം. ഈ 2 കേക്ക് ഉണ്ടല്ലോ ദീലുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. ദീലു ആദ്യമേ പറയൂ അത്ര അഫീനോട് എനിക്ക് 2 കേക്ക് വേണമ്മ, ഒന്ന് ആസ്വദിച്ച് കഴിക്കാനാണ്, ഒന്ന് അവിടെ എല്ലാവർക്കും കൊടുക്കും വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫി പറഞ്ഞു. പ്രത്യേകം അഫി ദിലുവിൻ്റെ ഉപ്പാനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. പാവം ദിലുവിൻ്റെ ഉപ്പ 2 കേക്കാണ് ദിലുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിൽ ഹാപ്പി ബർത്ത്ഡേ ദിൽഷ മോൾ എഴുതിയിട്ടുണ്ട്, ഒന്ന് ഹാപ്പി ബർത്ത്ഡേ ദിലു മോളിന്. ഓളെ ദിലു എന്നാട്ടോ എല്ലാവരും വിളിക്കുക. ശരിക്കുള്ള പേര് ദിൽഷ ഫാത്തിമ എന്നാണ്. അപ്പോൾ ഈ 2 കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, ഒന്ന് എന്താ ഡെത്ത് ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ എനിക്ക് പേരറിയില്ലെങ്കിൽ അടിപൊളിയാട്ടോ. ഹാപ്പി ബർത്ത്ഡേ ദിൽഷ മോൾ എന്ന പേര് എഴുതിയ കേക്ക് അടിപൊളിയാണ്. പിന്നെ കേക്ക് മാത്രമല്ല അവളൊപ്പ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ തൊട്ടടുത്തുള്ള ഫാമിലീസിലൊക്കെ കൊടുക്കും വേണോ. അത് മാത്രമല്ല അവൾ മെയിനായിട്ട് കാത്തിരുന്നത് സ്കൂളിലെ ഫ്രണ്ട്സിന് കൊടുക്കാനാണല്ലോ. അപ്പോൾ അത് വേറെ ചോക്ലേറ്റ്സും വാങ്ങിയിട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ചോക്ലേറ്റ്സ് ആണ്. അങ്ങനെ 2 ഐറ്റം ചോക്ലേറ്റ്സ് അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദിലു അലീനെ കാണാണ്ട് വെച്ചതാട്ടോ ഈ ഫ്രിഡ്ജിൽ. അപ്പോൾ ദിലു ആ 2 കേക്കുമായിട്ട് വരാട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 2 ആളെ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, വേറെ ആരുമില്ല. എൻ്റെ ഉമ്മയും അതേപോലെ അഫീൻ്റെ അമ്മായിയമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ വന്നിട്ടില്ല, കണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഐറ്റം അങ്ങനെ വെച്ചിട്ടുണ്ട്. നേരത്തെ വെച്ച് അലീനെ എങ്ങനെയോ ഒന്ന് മാറ്റിയതാണ്. കാരണം അലി കൊണ്ടുവന്നപ്പോഴേ കരച്ചിലായിരുന്നു കേട്ടോ.
തേത്ത് തേത്ത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ ഭാഷയിൽ. അപ്പോൾ ദീലുവിനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല, അവനേക്കാളും കഷ്ടം. ആയോ ചോദിച്ചു ഇങ്ങനെ നടക്കാട്ടോ. വേറെ ഒന്നല്ല, ജാസിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കണ്ടില്ല, അലിമോന് അത് കണ്ടിട്ടാണ് അങ്ങോട്ട് കയറാൻ ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ മരിപ്പൊക്കെ എല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒരാൾ ഉമ്മമ്മയും ഒരാൾ ഉപ്പൻ്റെ ഉമ്മയാണല്ലോ. അപ്പോൾ എല്ലാവരെയും നിർത്തി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ. ഈ കാണുന്നത് കേക്ക് കട്ടിങ്ങിൻ്റെ മുന്നേ ദിലു ഇങ്ങനെ പറയാട്ടോ, തെച്ചി ഷോർട്സിൽ വേണം കേട്ടോ, തെച്ചി വീഡിയോയിൽ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ അവൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു കലാപരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ദിലു കേക്ക് കട്ടിങ്ങിലോട്ട് തുടങ്ങുക കേട്ടോ. എനിക്ക് ഓൺ വോയിസ് കൊടുത്തപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആവേശം കൊണ്ട് സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ ദിലു എന്ത് ചെയ്തു, നമ്മുടെ ഈ കേക്കാട്ടോ കട്ട് ചെയ്യുന്ന ഈ കേക്കിനാണ് പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. എൻ്റെ ബർത്ത്ഡേക്കും അളിയും തന്നെയായിരുന്നു വാങ്ങി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിലുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഐസ്ക്രീമാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ദിലു ഉപ്പക്ക് കൊടുത്തു, ഉമ്മക്ക് കൊടുത്തു, ഓൾ അനിയനാണത്. അപ്പോൾ അനിയൻ്റെ കാര്യം പറയണ്ട, അലിമോന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദിലു അടുത്തത് കൊടുക്കുന്നത് ദിലുവിൻ്റെ ഇക്കാക്കാട്ടോ. അവൻ്റെ പേരാണ് ജാസി. അപ്പോൾ ദിലുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കാട്ടത്. അവനങ്ങനെ വീഡിയോയിൽ വരുന്നൊന്നും വലിയ ഇഷ്ടമല്ല, ഫോട്ടോസ് എടുക്കുന്നൊന്നും. അപ്പോൾ അവൻ്റെ ഉപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വന്നതാട്ടോ. നന്നായി വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദിലു അങ്ങനെ എനിക്ക് തരാം കേട്ടോ. അപ്പോൾ ആ ടൈമിലും അലിമോൻ ഇങ്ങനെ പറയണ്ടേ തേത്ത് എന്ന്. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്ക് മാത്രമായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് അഫി, അലിയന്, ജാസി, ഞാൻ. പിന്നെ ഉപ്പമ്മക്കൊക്കെ കൊടുക്കുന്നത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം അവർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ കഴിഞ്ഞു. എന്തായാലും ഓളൊരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ബർത്ത്ഡേ പരിപാടി ആയിട്ടുള്ള അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഓള് മെയിനായിട്ട് ഞങ്ങളെ പിടിച്ച് നിർത്തിയത് തന്നെ എൻ്റെ ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി, വേറെ ആരും ഇല്ലല്ലോ. തൊട്ടടുത്ത് തന്നെ ഉപ്പാൻ്റെ ഉമ്മയും ഉപ്പാൻ്റെ ഉപ്പയുണ്ട്. അപ്പോൾ ഞങ്ങളും അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. ഗൈസ്, അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ഫുഡ് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് പായസമായിട്ടുള്ള അടപ്രഥമനാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അടപ്പപ്പൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പായസം, അതന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്, അടപ്പപ്പൻ. അപ്പോൾ അതാ നമുക്ക് പായസം കുടിക്കാം. വെച്ചതാ കുടിക്കില്ല. ഇതെന്താ ദിലോ? എൻ്റെ ഫ്രണ്ടിൻ്റെ ആകെ കിട്ടിയ ഗിഫ്റ്റാ. ഇതെന്താണെന്നറിയോ? ഫ്രണ്ടിൻ്റെ വക. യെസ്. എന്താ പേരെന്താ? ഫിദ. ഇത് കഴിഞ്ഞ കൊല്ലം സാറ് തരാൻ വിചാരിച്ചു, പക്ഷേ സാറ് തരാൻ കഴിഞ്ഞിട്ടില്ലേനു. കഴിഞ്ഞ കൊല്ലം അറബിക്കലെ സ്റ്റാർ ഓഫ് ഇയർ എനിക്കാ കിട്ടിയിട്ടുള്ളത്. അതിന്റെ അറബിക്കില്ലേ? യെസ്, സ്റ്റാർ ഓഫ് ഇയർ. അപ്പൊ എന്താണ് സാറ് തന്നത്? അതറിയില്ല, നോക്കാം. സാറ് കുറേ ദിവസം ഇത് തരാൻ നോക്കിയിരുന്നു, പക്ഷേ എന്നെ കണ്ടില്ലേനു സാറ്. പിന്നെ സാറെ ക്ലാസ്സിന് തിരക്കിലതിനെ കൊണ്ട് സാറിന് അങ്ങനെ അറിയില്ലേ. ഫുള്ള് ചോക്ലേറ്റ് തന്നെയാണല്ലോ. ഞാൻ ഓൾറെഡി ഒരു ചോക്ലേറ്റ് ഉള്ള പറയുന്നതിനെ കൂടെ പിന്നെയും ചോക്ലേറ്റ്സ്. സാറിന് അറിയില്ലല്ലേ എന്നാ എൻ്റെ ബർത്ത്ഡേ ആണ്? ഇല്ല. അപ്പോൾ അതും ഒരു സർപ്രൈസ്. ഗോഫ്രഷ് ഉണ്ട്, ക്രിസ്റ്റലോ ഉണ്ട്, ബൗണ്ടി ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്, ഗാലക്സിയോ, ഹേർഷേഴ്സ് ഉണ്ട്. ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ എനിക്ക് ഗിഫ്റ്റ് കഴിഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, കത്തിയൊക്കെ ആയിട്ട് നിൽക്കണ്ടല്ലോ. കട്ടയക്കല്ലേ? തരാട്ടോ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഇന്ന് നമുക്ക് കട്ട് ചെയ്യേ. ക്ഷമയില്ലേ? എന്നാ ഇതെടുത്തോ. എന്താ ചെയ്യോ? ഇല്ലെങ്കിൽ താങ്ക് യു താ. അല്ലോ, ഇല്ലെങ്കിൽ താങ്ക് യു താ. താങ്ക് യു താ. ഇല്ലെങ്കിൽ താങ്ക് യു വിഷ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. ഹാപ്പി ബർത്ത്ഡേ.
വിഷ് ചെയ്താ ഹാപ്പി ബർത്ത്ഡേ നല്ല പറയും കേക്കില്ല ദിലുവിന് അങ്ങനെ എന്താ പറയുക പ്രതീക്ഷിക്കാണ്ട് തന്നെ അവൾ സാറിൻ്റെ അടുത്തൊന്നും കിട്ടി. ഗിഫ്റ്റല്ല, അത് അവൾക്കുള്ള അറബിക്കിൽ സ്റ്റാർ ഓഫ് ദ ഇയറിൽ കിട്ടിയതാണ്. പിന്നെ ജാസിൻ്റെ വക ചോക്ലേറ്റ്സ് ആയിരുന്നു. അങ്ങനെ എന്താ പറയുക അത്ര തന്നെ. ആ ഒരു കേക്ക് കട്ടിങ്ങും പായസവും പിന്നെ ലേറ്റ് ആയിട്ടാണല്ലോ ഫുഡൊക്കെ കഴിച്ചത് ഞങ്ങൾ. അപ്പോൾ അത്ര തന്നെയുള്ളൂ, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം റാത്തായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റയിലോട്ട് ലൈവ് ഇടാൻ പോയത്. അങ്ങനെ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഓൾ വിചാരിച്ചത്ര സെൽഫി ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ള ഡ്രസ്സാട്ടത്. ഓൾക്ക് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഫുള്ള് വെസ്റ്റേൺ ഇടൽ. അപ്പോൾ ഇനിയിപ്പോൾ അവളെ പരീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ട് കേട്ടോ, വലിയ കുട്ടീനെ പോലെ ഉണ്ട് കണ്ടിട്ട്. എപ്പോഴും അവളെ കണ്ടാലും എല്ലാവരും വലിയ കുട്ടി എന്നാണ് പറയുക. പക്ഷേ ഈ ക്യാമറ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, ആള് ചെറിയ കുട്ടിയാണ്. മാത്രമല്ല ഓളിപ്പോഴും ഒരു പക്വതയോ ഒന്നും ആയിട്ടില്ല. ക്യാമറക്ക് മുമ്പിൽ വലിയ ആളെ പോലെ എന്നെ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷേ ഓളറിയുന്നവർക്ക് എല്ലാവരും അറിയാം ഓളെങ്ങനെയാ എന്താണെന്നൊക്കെ. നല്ല രസമുണ്ട് മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട് ഇട്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.